ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് വൈകിട്ട് പടക്കം പൊട്ടിച്ചതും പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ജോലിക്ക് പോയതും നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പിന്നെ വേറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ വരുന്നത്. പക്ഷേ വീഡിയോ എടുത്തിരുമ്പോൾ എല്ലാം മറന്നു പോവുക. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ ഇന്നും വൈകിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അപ്പം നാളെ ജോലിയില്ല. അപ്പം ഞാൻ വെച്ചെന്നാൽ ഇന്ന് വൈകിട്ട് അങ്ങ് പോയിട്ട് രാവിലെ പട്ടിക്കുഞ്ഞിന് ചോറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോരാ. അപ്പം നാളെ മോടോടെ ഇവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചത്. കാരണം ഇന്നലെ രാവിലെ മോള് നൈറ്റ് കഴിഞ്ഞ് രാവിലെ വന്നപ്പം ഞങ്ങൾ കണ്ടതാണ്. ന്യൂ ഇയറിൻ്റെ തലേന്ന് 31-ാം തീയതി രാവിലെ ഞങ്ങൾ കണ്ടതാണ്. പിന്നെ ഇന്നാണ് കാണുന്നത്. കാരണം ഇന്നലെ അത് കഴിഞ്ഞ് ഞാൻ ജോലിയും കഴിഞ്ഞ് അവിടെ തന്നെ നിൽക്കുമായിരുന്നു, ഇങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ചേട്ടനാണ് ഇവിടെ വന്ന് മോളെ അങ്ങ് കൊണ്ടുവിട്ടത്. പിന്നെ ഇത് രാവിലെയും കണ്ടില്ലല്ലോ, പിന്നെ ഇന്ന് വൈകുന്നേരമാണ് കണ്ടത്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു നാളെ അന്നേരം കുഞ്ഞിന് അവധി, ഇപ്പം എനിക്ക് അവധിയാണ്, നാളെ പഠിത്തമില്ലല്ലോ, സ്കൂളിൽ അവധിയല്ലേ, അപ്പം എനിക്കും പോകണ്ട. അന്നേരം ചേട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി നിന്നിട്ട് രാവിലെ പട്ടിക്കുഞ്ഞിന് ചോറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോരാ, അവിടെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ചേട്ടൻ മോളെ കൊണ്ട് വിട്ടിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടൻ അങ്ങ് മടിച്ചു. പിന്നെ ഞാനും മടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഇനി രാവിലെ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാനങ്ങ് പോയി അതുങ്ങൾക്ക് ചോറ് കൊടുത്തിട്ട് 4-5 മണി ആകുമ്പോഴത്തേനും തിരിച്ചു പോരാം, മുറ്റം വരെയൊക്കെ തൂത്തിട്ടിട്ടിങ്ങ് പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ പോയില്ല അതുകൊണ്ട്. പിന്നെ വേറെ എന്താ വിശേഷം? വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ കുഞ്ഞും അവനും പിന്നെ കൊച്ചുമൊക്കെ രാത്രി പോയില്ല. അവർ രാത്രി പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ അവർ മടിച്ചിങ്ങി പെരക്കകത്ത് കയറി. അപ്പോൾ കാരണം 11 മണി 12 മണി എങ്ങാണ്ടായി പോകാമെന്ന് വിചാരിച്ച്. പിന്നെ പോയില്ല. പിന്നെ ഞാൻ പറഞ്ഞു രാത്രി ആയില്ല ഇനിയിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ, കാരണം അവിടെയും വേറെ ആരുമില്ല. അപ്പോൾ മരുമോക്കൊരാങ്ങളെ ഉണ്ടായിരുന്നു, അത് മരിച്ചു പോയതാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരവിടെ പോയി നിൽക്കുന്നത്. അവിടെ വേറെ ആരുമില്ല, അവർ അച്ഛനും അമ്മയും തന്നെയുള്ളൂ. അപ്പം ഇവരും കൂടി ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അത് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ എന്തായാലും പോയില്ല. പിന്നെ രാവിലെ പിന്നെ അവൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് വിട്ടിട്ട് അവൾക്കുള്ള ഡ്രസ്സും ബാഗും ഒക്കെ ജോലിക്ക് പോകുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ വന്ന്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പിന്നെ അങ്ങ് കുറച്ച് ജോലിക്ക് പോകുമായിരുന്നു. ചേട്ടൻ രാവിലെ 6 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് പോയിരുന്നു. ഞാൻ പിന്നെ 8 മണി 8:30 ആയി ഞാൻ പോയപ്പോൾ. നമുക്ക് പിന്നെ അവിടെ നിന്ന് ഒരുവിധം അടുത്താണ് ഞാൻ ജോലിക്ക് പോകുന്ന സ്കൂള്, അതുകൊണ്ട് എളുപ്പമായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നു. പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ്റെ വീഡിയോ കണ്ടു നോക്കിയാലോ, നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലോ. കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, എനിക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതൊക്കെയാണ് ചേട്ടൻ മേടിച്ചിട്ട് വന്ന പടക്കങ്ങളെ. കുഞ്ഞിതെല്ലാം പറക്കി നിരത്തി വെച്ചുകൊണ്ടിരിക്കുക. അവന് ഇഷ്ടമൊക്കെ, പക്ഷെ ഭയങ്കര പേടിയുമാണ്. അവന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ചേട്ടൻ മാത്രമാണ് ഈ പടക്കമൊക്കെ പൊട്ടിച്ച് ഞങ്ങളോട് ഇങ്ങനെ മാറിയിരുന്ന് കാണുക എന്നുള്ളൊരൊറ്റ ഇതേ ഉള്ളായിരുന്നു. ചേട്ടന് പിന്നെ പേടിയൊന്നുമില്ലേ, പടക്കമൊക്കെ പൊട്ടിക്കാൻ ഒരു പേടിയും അങ്ങനെ തോന്നിയില്ല. കൊത്തന ഓടി പൂത്തിരിയൊക്കെ കത്തിച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നേ. അപ്പം മോൾക്ക് നൈറ്റ് ആയതുകൊണ്ട് മോള് പോയെന്നേ ഉള്ളൂ, ഭയങ്കര വിഷമത്തിലായിരുന്നു പോയത്. പൂത്തിരി കത്തിക്കുന്നതൊക്കെ കുഞ്ഞിന് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ അത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നവന് ഭയങ്കര പേടിയാണ്. ചെവി വിരലൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകിട്ട് അന്നേരം ഇനി അത്താഴം കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ചോറിന് കറി ബീഫ് കറിയും പിന്നെ മത്തങ്ങായും വൻപയറിട്ട് ഒരു എരിശ്ശേരി പിന്നെ കടലക്കറി, ഇത്രയായിരുന്നു. അപ്പം ഞാൻ വീഡിയോ പിടിച്ചിട്ട് എന്നെ കാണാൻ കേട്ടോ. അപ്പം മരുമോൾ ചോറെടുത്ത് തന്നത് എനിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കഴിച്ചു. സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോരാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ കൊടുത്തു. അവിടുത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് 5 മണിയൊക്കെ ആയപ്പോഴത്തേന് അവിടുന്ന് വീട്ടിലോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ മോള് ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ട് മുറ്റം തൂത്ത് വാരുമായിരുന്നു. പിന്നെ അവൾ വന്ന് ഗേറ്റ് തുറന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ബായ് കൂട്ടുകാരേ.